നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMCയിലേക്ക് സ്വാഗതം. വധശിക്ഷയില്ല, അവർക്ക് മോചനം. ശ്രീലങ്കയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 5 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചു. 5 പേരും പിടിയിലായത് മയക്കുമരുന്ന് കേസിൽ. വിട്ടയച്ചത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിൽ. ചേർത്തലയിൽ പടക്കശാലയിൽ സ്ഫോടനം, 2 മരണം. അപകടമുണ്ടായത് ചേർത്തല കുറുപ്പംകുളങ്ങരയിൽ വൈകുന്നേരം 3:30യോടെ. സ്ഫോടനത്തിൽ മരിച്ചത് പടക്കശാല ഉടമ തോമസ്, തൊഴിലാളി മണിയമ്മ എന്നിവർ. 4 പേർക്ക് പരിക്ക്. കുറുപ്പംകുളങ്ങരയിലെ വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന പടക്കശാലയ്ക്കാണ് തീ പിടിച്ചത്. പൊട്ടിത്തെറിയിൽ അടുത്തുള്ള വീടുകൾക്കും കേടുപറ്റി. ആൾദൈവത്തിന് അന്ത്യശാസനം. ഹരിയാനയിലെ വിവാദ ആൾദൈവം രാംപാൽ ബാബയ്ക്ക് പോലീസിന്റെ അന്ത്യശാസനം. ഉടൻ കീഴടങ്ങാൻ നിർദ്ദേശം. സംരക്ഷകരായി ആശ്രമത്തിൽ 5000-ലേറെ അനുയായികൾ. 10,000-ലധികം പേരെ ഒഴിപ്പിച്ചു. പോലീസുമായി ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ 6 പേർ മരിച്ചെന്ന് ആശ്രമം അധികൃതർ. മരിച്ചത് ബാബയ്ക്ക് മനുഷ്യകവചമൊരുക്കിയ സ്ത്രീകൾ. ആരോപണം വെറും പുകയെന്ന് സർക്കാർ. ബാർക്കോഴയിൽ തെളിവില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ചോദ്യം ചെയ്ത 19 പേർക്കും കോഴ നടന്നതായി കേട്ടുകേൾവി മാത്രം. മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ച അസോസിയേഷൻ ഭാരവാഹികൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. തെളിവില്ലെന്ന വിവരം സർക്കാർ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ. എല്ലാം പ്രഹസനമെന്ന് ബിജു രമേശ്. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. കൗമുദി TV ഇനി ആത്മീയതയുടെ ചൈതന്യവുമായി ദേവാമൃതം കാണാം. നമസ്കാരം.